ഈ വിവാദത്തിന്റെ ഈ ചിന്തയുടെ ഒരാനുകൂല്യത്തെയാണ് കഴിഞ്ഞ 2012 മുതൽ 2024 വരെ 2-3 വ്യക്തികൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിൽ 2018 വന്നവരും 2020 ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നവരും 2022 വന്നവരും ഈ 2024 വന്നവരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇത്തിരി പിന്നിലേക്ക് ചരിത്രത്തിലേക്ക് പോവുകയാണ്. 1990കളിൽ രൂപം പ്രാപിക്കുകയും 90കൾക്ക് ശേഷം രൂപം പ്രാപിക്കുകയും 2000 രൂക്ഷമാവുകയും 2002 പിളർപ്പിലേക്ക് എത്തുകയും ചെയ്ത മർക്കസുദ്ദാവ വിഭാഗം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പിരിഞ്ഞുപോയ വിവാദ സന്ദർഭത്തിലാണ് ആദ്യമായി ശിർക്കാരോപണം മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. എന്തായിരുന്നു അതിന്റെ കാരണമെന്നല്ലേ? അതിന്റെ കാരണം ആ ഒരു ശിർക്കിന്റെ ബോംബ് പൊട്ടിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമായിരുന്നില്ല. അവർ കൃത്യമായി സംഘടനാപരവും ആദർശപരവുമായ വീഴ്ചകളിലൂടെ അല്ലെങ്കിൽ അവരുടെ അഹങ്കാരത്തിലൂടെ അഹന്തയിലൂടെ ഉണ്ടായൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പറയണല്ലോ. അതുകൊണ്ടാണ് ആ 2 വാക്കുകൾ ഞാൻ പ്രയോഗിക്കുന്നത്. എല്ലാ നിലക്കുമുള്ള മാന്യതകളെ, എല്ലാ നിലക്കുമുള്ള മര്യാദകളെ, എല്ലാ നിലക്കുമുള്ള പ്രാമാണികമായ സമീപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, അവർക്കെതിരിൽ അച്ചടക്ക നടപടി വന്നപ്പോൾ, അവർ പുതിയ സംഘടന പ്രഖ്യാപിച്ചപ്പോൾ, മുജാഹിദ് മഹല്ലുകൾ ഒന്നിച്ച് ആ ദിവസം വരെ അവർ വാർത്താ സമ്മേളനം നടത്തി പുതിയ സംഘടന പ്രഖ്യാപിക്കുന്ന ദിവസം വരേക്കും അവരുടെ കൂടെ നിന്നവർ പോലും അവർക്കെതിരായപ്പോഴായിരുന്നു അവർ ആ ബോംബ് പൊട്ടിച്ചത്. എന്താ? ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM-നെ AP വിഭാഗം എന്ന് വിളിച്ചുകൊണ്ട്, മൗലവി വിഭാഗം എന്ന് വിളിച്ചുകൊണ്ട് അവർ ശിർക്കിലാണെന്ന് പറഞ്ഞു. ആർക്കാണിത് കൊടുത്തത്? ആർക്കാണിതിലെ അഭിമുഖങ്ങൾ കൊടുത്തത്? സെൻസിംഗ് മാസികക്കായിരുന്നു അബ്ദുസലാം സുല്ലമി അഭിമുഖം കൊടുത്തത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിന്റെ ചിത്രങ്ങൾ കാണാൻ പറ്റും. മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയത്. പിന്നീട് CP ഉമർ സുല്ലമിയും ഇതേ സെൻസിങ്ങിനെ തന്നെ അവലംബിച്ചു. എന്താ അങ്ങനെ സെൻസിങ്ങിന് തന്നെ കൊടുക്കാൻ കാരണം എന്താ? സമസ്തക്കാരുടെ വേദിയിൽ നിന്ന് ഈ വിഷയം വരണം, ഈ കുളം കലങ്ങണം, എന്നിട്ട് കുളം കലങ്ങുന്ന ഗ്യാപ്പിൽ രക്ഷപ്പെടണം. തൗഹീദിൽ വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് മുജാഹിദ് ഒന്ന് ചിന്തിക്കും. ആ സാധ്യതയാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഈ ആരോപണം ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ, ആദരണീയനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ജിന്നിനോട് വിളിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തി. ആ ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് വിശദാംശത്തിലേക്ക് പോകാം. ജിന്നുകളെ വിളിച്ചു തേടി ആരാധിച്ച് അവയെ പൂജിക്കാം എന്ന് പറഞ്ഞതിലൂടെ മാത്രമല്ല സക്കരിയ മുശ്രിക്കായത്. ബോധപൂർവ്വമാട്ടോ പറഞ്ഞത്. സക്കരിയ മുശ്രിക്കായത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യാമെന്ന വാദത്തിലൂടെ മാത്രമല്ല. ഓക്കെ, അപ്പൊ ജിന്നുകളെ വിളിക്കുക, പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് മാത്രമല്ല, വേറെയും കുറെ കാരണമുണ്ട് എന്നാണ്. ആ കാരണത്തിലേക്ക് ഇപ്പൊ പോണില്ല. പരപ്പനങ്ങാടി വൃത്തിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ കാരണങ്ങളൊക്കെ. യൂട്യൂബിൽ 4 വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കാണുക. അപ്പോ മുശ്രിക്കുകൾ എന്നു തന്നെ വിളിച്ചു. ഇതിപ്പോ വിളി തുടങ്ങിയതല്ല, 2002 മുതൽക്ക് വിളി തുടങ്ങിയതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതെങ്ങനെയാണ് ഇങ്ങനെ തന്നെ സംഭവിച്ചത്? സലാം സുല്ലമിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു തൗഹീദ് ഉണ്ട്. ആ തൗഹീദ് ഈ യഥാർത്ഥത്തിൽ ഈ സംഘം ഏറ്റെടുക്കുകയായിരുന്നു. മർക്കസുദ്ദാവ വിഭാഗം ഏറ്റെടുത്തതോടുകൂടെയാണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. എന്താ സലാം സുല്ലമിയുടെ തൗഹീദ്? അദ്ദേഹത്തിന്റെ തൗഹീദ് എന്താന്ന് അദ്ദേഹം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. അതാണ് മൂപ്പര തൗഹീദ്. ജിന്നും മലക്കും അദൃശ്യവും അബൗദ്ധികവുമായ സൃഷ്ടികളാണ് എന്നതാണ് മൂപ്പര തൗഹീദ്. അത് കേട്ടതോടുകൂടെ സമസ്തക്കാർക്ക് ഇതിലേറെ വലുത് കിട്ടാല്ല. സമസ്തക്കാരാഘോഷിച്ചു. ജിന്നും മലക്കും മഹാത്മാക്കളും അബൗദ്ധികമാണെന്നാണ് അവരുടെ വാദം. ജിന്നും മലക്കും മഹാത്മാക്കളും അബൗദ്ധികമാണെന്നാണ് ഇവരുടെ വാദം. ഹമീദ് ഫൈസി രംഗത്ത് വന്നു. ഫൈസി ഒന്ന് വന്നോട്ടെ. അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ ലേഖനം വായിക്കണം. സമയം പരിഗണിച്ച് ഞാൻ ഫൈസി വിഷയം ഉന്നയിച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്നു, അതിനു വേണ്ടി ഇട്ടതാണ്. ഒന്നും കൂടി അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ
മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. ഓക്കെ, അപ്പോ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നവരാണ്, അത് മഹാത്മാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഇനിയിപ്പോ ജിന്നും മലക്കൊക്കെ അഭൗതികമായല്ലോ, ഇപ്പൊ അങ്ങ് ഔലിയാക്കൾ മാത്രമേ അഭൗതിക ആകാത്തതുള്ളൂ, എന്തുകൊണ്ട് അങ്ങ് ഔലിയാക്കൾ മാത്രം അഭൗതിക ആകാത്തത് എന്ന ഒരു വിഷയത്തിലേക്കും അവകാശവാദത്തിലേക്കും അവർ വന്നു. മാത്രമല്ല, അബ്ദുസ്സലാം സ്വലമി എഴുതിയൊരു വാചകം നോക്കൂ നിങ്ങൾ. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. മലക്ക് സഹായിച്ചു, ബദറിൽ മലക്ക് സഹായിച്ചു എന്ന് വിശ്വസിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ, സ്വഹാബത്ത് അടക്കം എല്ലാവരും മുശ്രിക്കായിപ്പോ. ഈ അപകടകരമായ വാദം വന്നപ്പോ, ഫൈസി ഇതെടുത്ത് രംഗത്ത് വന്നപ്പോ, ആദരണീയനായ സക്കരിയ സ്വലാഹി റഹിമഹുല്ല അദ്ദേഹം ഫൈസിയുടെ ലേഖനം ചന്ദ്രികയിൽ വന്നപ്പോ ചന്ദ്രികയിൽ തന്നെ അതിന് മറുപടി എഴുതി. ചന്ദ്രികയിൽ തന്നെ അതിന് മറുപടി എഴുതി. ഫൈസിയുടെ മറുപടി വീണ്ടും ചന്ദ്രികയിൽ വന്നു. ഇത് മുസ്ലിം പൊതുസമൂഹത്തിന്റെ അടുത്തേക്കെത്തി, സുന്നി വീടുകളിലേക്കെത്തി, എല്ലായിടത്തും എത്തി. സക്കരിയ മൗലവിയുടെ ലേഖനത്തിന് ഫൈസി എഴുതിയ അടുത്ത മറുപടി അതിഗംഭീരമായ മറുപടിയായിരുന്നു. അപ്പോഴേക്ക് സമസ്തയുടെ പ്രഷർ, രാഷ്ട്രീയം രംഗത്തു വന്നു. ചന്ദ്രിക ഇനി മുതൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ആദരണീയനായ സക്കരിയ സ്വലാഹിയുടെ ലേഖനം ഇസ്ലാഹ് മാസിക പ്രസിദ്ധീകരിച്ചു. ഫൈസിയുമായുള്ള എഴുത്തുകുത്തുകൾ വീണ്ടും തുടർന്നു. അതിൻ്റെ ഇടയ്ക്ക് അബ്ദുൽ ജബ്ബാർ മൗലവി അത് ഏറ്റെടുത്തു. അദ്ദേഹം ശക്തമായ ഖണ്ഡനങ്ങൾ എഴുതി. ഞാൻ ഇത്രയും പറഞ്ഞിന്ന് എന്നെ കേൾക്കണവർ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ജിന്നിന്റെയും മലക്കിന്റെയും കഴിവിനെക്കുറിച്ചും ശക്തിനെക്കുറിച്ചൊക്കെ ഒരു ലേഖനം എഴുതി. അങ്ങനെ ഉണ്ടായി വന്ന വിവാദമല്ല ഇത്. അള്ളാഹുവിന്റെ തൗഹീദ് അത് പ്രതിസന്ധിയിലായി ഒരു വിവാദ കാലത്ത്. അള്ളാഹുവിന്റെ തൗഹീദ് അനുഭവിച്ച പ്രതിസന്ധി എന്താണ്? മുജാഹിദുകൾ അവരുടെ സ്ഥാപന കാലഘട്ടം മുതൽ അഹ്ലുസുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ അയിമ്മത്തിന്റെ കാലഘട്ടം മുതൽ വിശ്വസിക്കുന്ന ഒരടിത്തറ, അള്ളാഹുവിന് മാത്രമേ അഭൗതിക കഴിവുള്ളൂ. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാർക്കും അഭൗതിക കഴിവില്ല എന്ന വാദഗതി, ആ വാദഗതി പൊളിച്ചെഴുതി അവർ രംഗത്ത് വന്നപ്പോ ശിർക്ക് സ്ഥാപിക്കുന്നവർക്ക് അത് സ്ഥാപിക്കാൻ അവസരം കിട്ടി. നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? നിങ്ങൾക്കിപ്പോൾ ജിന്നും മലക്കും അഭൗതികമായില്ലേ? ഇത്രയും കാലം നിങ്ങൾക്ക് ജിന്നും മലക്കും അഭൗതികമായിരുന്നില്ലല്ലോ. ഇനി പാകെ ഔലിയ പാപ്പിയും കൂടിയും അങ്ങോട്ട് അഭൗതികമായി കഴിഞ്ഞാൽ, ഒരു 100 കൊല്ലം കൊണ്ട് ജിന്നും മലക്കും അഭൗതികമായെങ്കിൽ അടുത്തൊരു 100 കൊല്ലം കൊണ്ട്, വേണ്ട 50 കൊല്ലം കൊണ്ട്, വേണ്ട 10 കൊല്ലം കൊണ്ട് ഔലിയ പാപ്പിയും കൂടിയും അഭൗതികമാകും എന്ന് നാടായ നാട്ടിലും വേദിയായ വേദിയിലും മുഴുവൻ മുസ്ലിയാക്കന്മാര് പ്രസംഗിച്ചു. അവർ ലേഖനങ്ങൾ എഴുതി. ആരുമുണ്ടായില്ല പ്രതിരോധിക്കാൻ, ആരുമുണ്ടായില്ല സംസാരിക്കാൻ, ആരും അതിനെക്കുറിച്ച് മിണ്ടാനുണ്ടായില്ല. അപ്പോ വന്യവയോധികനായ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം പേനെടുത്തു. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ നിർവഹിച്ച മഹാദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു. ജിന്നും മലക്കും എന്തുകൊണ്ട് അഭൗതികമല്ല എന്നത് അദ്ദേഹം വളരെ ശക്തമായി സമർത്ഥിച്ചു. ആ സമർത്ഥിക്കുന്നതിനിടയ്ക്ക് വിശദമായി എഴുതിയ ലേഖനത്തിലെ 4 വരി എല്ലാവരും എടുത്തു വായിക്കാൻ തുടങ്ങി. ഈ വായിക്കുന്നവരും കേൾക്കുന്നവരുമെന്നും ഒരിക്കൽ പോലും പച്ച മലയാളത്തിലുള്ള ആ വലിയ മനുഷ്യന്റെ ലേഖനം വായിച്ചിട്ടില്ല. ലേഖനം വായിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ. ഞാൻ ആത്മാർത്ഥമായി നെഞ്ചിൽ തട്ടി ചോദിക്കാണ് പ്രിയപ്പെട്ടവരെ, ആ 4 വരികൾ കഴിഞ്ഞ 12 കൊല്ലമായി, വേണ്ട 2007 മുതൽക്ക് ആ വരികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ജബ്ബാർ മൗലവിയെ അംർ ഇബ്നു ലുഹയ്യും അതുപോലെ തന്നെ കാഫിറും അഖീദ പഠിക്കാത്തവനും ഒക്കെയാക്കി ചിത്രീകരിക്കുന്നവർ ഒരിക്കലും ആ ലേഖനം വിശദീകരിച്ചിട്ടില്ല. വേണ്ട, അവർ വിശദീകരിക്കണ്ട, അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തോട്ടെ. ആ പറയുന്ന ലേഖനത്തിന്റെ വിശദാംശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അതിലൊരു തകരാറുണ്ടായിരുന്നില്ല. അതിലൊരു തകരാറില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഉദ്ധരിച്ച് മുജാഹിദുകളെ മുശ്രിക്കാക്കുന്ന ഇത്തരം ആളുകൾക്ക് മറുപടി തുടങ്ങി. ആരാണ് ഇവിടെ വന്ന് സംസാരിച്ച എന്റെ ബഹുമാനായ ജേഷ്ഠ സുഹൃത്ത് അനസ് മൗലവി. അദ്ദേഹത്തിന്റെ പഴയ ക്ലിപ്പിടുന്നത് പ്രശ്നമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെനിക്ക് സ്ഥാപിക്കാൻ ഞാൻ ക്ലിപ്പിടണം. അങ്ങനെ ഇടുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. 2007 മുതൽക്ക് 2012 വരെ ഈ ലേഖനങ്ങൾ ഉയർത്തിപ്പിടിച്ച് വേദികളിൽ സംസാരിച്ചിരുന്നു എന്ന് പറയാൻ സൂറത്തു ബഖറയിൽ ആയത്തോതല്ല വേണ്ടത് മൗലവി? ആണോ? എവിടെ ആയത്ത് എന്നാ ചോദ്യം. ആവശ്യത്തിന് ഉദ്ധരിക്കേണ്ടടുത്ത് ഉദ്ധരിക്കാനുള്ളതാണ് ക്ലിപ്പ്. ഇനി ആയത്തോതേണ്ട സ്ഥലത്തും ആയത്തോതും.
തെളിവ് പറയേണ്ട സ്ഥലത്ത് തെളിവ് പറയും, കിതാബ് തിരിക്കേണ്ടടുത്ത് കിതാബ് തിരിക്കും. ഫുള്ള് കേൾക്കണം നിങ്ങൾ മറുപടിക്ക് മാത്രം നടന്നാൽ പോരാ. ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാകും, ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരുന്നുള്ളൂ അനസ് മൗലവി. ഇതാ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക. കണ്ടോ, ആ വാചകം കോട്ടിവാട്ടുകയാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ഒരു തെറ്റില്ല. ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നും കിട്ടിയിട്ടില്ല. ഇത് പെട്ടെന്ന് എങ്ങനെയാണ് ട്വിസ്റ്റ് ഉണ്ടായതെന്ന് ഞങ്ങൾ ചോദിച്ചേക്ക്. ഇത് സ്ഥാപിക്കാൻ ക്ലിപ്പാടേണ്ടത്. നിങ്ങളാണ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കുമ്പോഴേക്ക് ഇവിടെ ആരും ഞെട്ടൊന്നുമില്ല. ഇന്ന് കൂടുതൽ ഇടാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തീർന്നോ? വേറെ ഒരാൾ KJUവിന്റെ സെക്രട്ടറിയായി ഇന്ന് സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വം, അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? മുജാഹിദുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനാണല്ലോ ഈ പറയുന്ന ആളുകളൊക്കെ ഈ ലേഖനം ഉദ്ധരിച്ച് നടന്നത്. അബ്ദുൽ ജബ്ബാർ മദീനയുടെ ലേഖനം ഉദ്ധരിച്ച് നടന്നത്. അദ്ദേഹം പറയാ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ നന്ദിപ്പള്ളി പിന്നെ താക്കോൽ എടുത്തിട്ട് സമസ്തക്കാർക്ക് കൊടുക്കുന്നു. അദ്ദേഹം പറയട്ടെ. ഈ EK വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. കൊടുക്ക ഞങ്ങള് വിടൂല. ഞങ്ങളെ ചങ്കല് ചോറുള്ളിടത്തോളം കാലം ഒരു പള്ളിയും അങ്ങനെ ഖുറാഫിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇതിവിടെ സമർത്ഥിക്കണമെങ്കിൽ ക്ലിപ്പിടല്ലാതെ സൂറത്ത് ബഖറയിൽ ആയത്തോതവുണ്ട്. ഇത് ഞങ്ങൾ പറയും. 2007 മുതൽ ശക്തമായി ഈ ഭാഷയിൽ പറഞ്ഞവർക്ക് 2012 ഇലക്ഷൻ കാലം വന്നപ്പോ എങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായത് എന്ന് ജനമറിയണം. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി തീർന്നില്ല. ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുന്ന എന്റെ ഉസ്താദ്, അദ്ദേഹം പറയട്ടെ. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, അത് വിശദീകരണ യോഗമാണ്. ഇത് വിശദീകരിക്കാനാണ് യോഗം. ഒരാളും ജിന്നിനോട് സഹായം ചോദിക്കണില്ല, പ്രാർത്ഥിക്കണില്ല. മാത്രല്ല, ഔദ്യോഗികമായി KNM ഈ വിഷയത്തിൽ ജിന്നും ഷൈത്താനും എന്ന് പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോ അതിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതി: പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അബൗദിക മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമുള്ള KNMകാരുടെ വാദം, ഇത് KNMമാർക്ക് വാദമുണ്ടെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. ഇത്ര കൃത്യമായി എഴുതി വെച്ചു. അപ്പോഴും സംശയം ഉണ്ടാകും, പ്രാർത്ഥന എന്ന് മാത്രമാണോ സഹായതേട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ചർച്ചകൾ മുന്നോട്ട് വന്നപ്പോ മുഖാമുഖങ്ങൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ ഇത്ര വ്യാപകമായ മുഖാമുഖമല്ല. നടന്ന മുഖാമുഖങ്ങളിൽ ചോദ്യം വന്നപ്പോ തിരുവനന്തപുരത്തുനിന്ന് അനസ് മൗലവി പറഞ്ഞതെന്താ? ചോദ്യം വരട്ടെ, അനസ് മൗലവിന്റെ ഉത്തരം വരട്ടെ. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ല തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പടച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ.
ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്, അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ കേട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തിട്ട് ഉണ്ടോന്നാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും, നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അതെ, അപ്പൊ ഇതൊക്കെ ഉദ്ധരിച്ചു വന്ന ആളുകളാണ്. ഇതൊക്കെ ഉദ്ധരിച്ച് തൊട്ടടുത്ത മാസം സംഭവിക്കണ എന്താ? തൊട്ടടുത്ത മാസം സംഭവിക്കുന്നത് ഇതേ ആളുകള് നേതാക്കന്മാർ ഓരോരുത്തരെയായി പോയി കണ്ട് ഇതേ ലേഖനങ്ങൾ വായിച്ചെടുത്ത് അധികം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കാവുന്ന മാനസികാവസ്ഥയിൽ നിന്നൊക്കെ യാത്ര തുടങ്ങിയ ആദരണീയനെ ഏപ്പിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറയണത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചെറിയ കുട്ടികൾ വരെ ഇപ്പോ ജിന്നിന് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അത് ശിർക്കാവൂല എന്നുള്ള വാദവും പ്രചാരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അതൊക്കെ ഈ പിന്നെ മറ്റേ വേണ്ടാത്തരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എന്താണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതെന്ന് അതിലൊന്നും വലിയൊരു പ്രയാസമില്ല. ജിന്നിന് കൊടുത്ത കഴിവിനൊന്ന് തേടുകയെന്നറിയാം. തേടുക എന്ന് പറയാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ഇത് എവിടെയുള്ളത്? എവിടെയാണ് ഇതുള്ളത്? ജിന്നിനോട് സഹായം ചോദിക്കാം, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം എന്ന് മുജാഹിദുകൾ എഴുതി വെച്ചത് എവിടെയാണുള്ളത്? ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ഈ കളവ്, ഈ ശുദ്ധമായ അസംബന്ധം, ഇത് ക്ലിപ്പിട്ട് തന്നെയാണ് തെളിയിക്കേണ്ടത്. നുണയാണ്. ഈ നുണക്കോട്ടയിലാണ് അവരുടെ കാര്യങ്ങൾ പടുത്തുയർത്തിയത്. ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു, ജനങ്ങളെ ബേജാറാക്കായിരുന്നു. AP അബ്ദുൽ ഖാദർ മൗലവിയെ കൊണ്ട് ഒരുപാട് ഒപ്പിടിക്കാനുണ്ട്. അപ്പൊ മൗലവിനെ പോയി കണ്ട് ഇങ്ങനെ ഇത് കൺവീൻസ് ചെയ്യാനാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ശ്രമിച്ചത്. ഇനി സുഹൃത്തുക്കളെ നോക്കൂ, നിങ്ങൾ പ്രസിഡന്റ് തന്നെ പോയി പറഞ്ഞ കാര്യങ്ങൾ എന്താ? അദ്ദേഹം കൗൺസിൽ യോഗങ്ങളിൽ അടക്കം പറഞ്ഞ കാര്യങ്ങൾ എന്താ? മുജാഹിദുകൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്ന് ചർച്ചയിനോടത്തേക്ക് എത്തിയെന്ന് അദ്ദേഹം പറയട്ടെ. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ എഴുതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, ഇത് എവിടെയാണ് വന്നത്? നീണ്ടകാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ ഇതൊന്ന് ഉറക്കനെ അമർത്തി ചോദിച്ചു വീണ്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് ഉത്തരം പറയാൻ വേണ്ടി KJUവിന്റെ സെക്രട്ടറി ഒന്ന് ശ്രമിച്ചു. KJUവിന്റെ സെക്രട്ടറി മഹാരഥന്മാരായ പണ്ഡിതന്മാരിടുന്ന സീറ്റിലിരിക്കുന്ന, ചരിത്രപരമായ ദൗത്യങ്ങൾ നിർവഹിച്ച ആ KJUവിന്റെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന വ്യക്തിയുടെ നിലവാരം അളക്കാൻ അത് ഉപകരിക്കുമെന്നതുകൊണ്ട് അദ്ദേഹം TPI ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന തെളിവ് നിങ്ങളൊന്ന് കേൾക്കുക. ഈ പ്രബന്ധം ഉണ്ടാവും പരലോകത്ത്, ഇത് എഴുതിയ ആളുകൾ ഉണ്ടാവും പരലോകത്ത്. NV മുഹമ്മദ് സാലിമിനെയും അബ്ദുൽ ജബ്ബാർ മദീനിയെയും റാഷിദ് ഖലീലിനെയും മുന്നിൽ നിർത്തി ഞങ്ങൾ പറയും, റബ്ബേ, ഈ തൗഹീദി പ്രബോധക സംഘത്തെ തകർക്കാൻ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി അവരെഴുതിയ പ്രബന്ധത്തിൽ അനുവദനീയമാണ് എന്ന് തെറ്റായി വന്ന ഒരു ഫത്വ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് അനുവദനീയമാണെന്നാണ് വാദം. ഇവർക്ക് അനുവദനീയമാണ്. ഏത്? അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ നന്ദിപ്പള്ളിയുടെ താക്കോല് കൊടുക്കുന്നു പറഞ്ഞ ആളാണ് ഈ ന്യായവും വാദമൊക്കെ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് പരലോകത്ത് പടച്ചോന്റെ കോടതിയിൽ ഞങ്ങൾ പോയി പറയുന്ന, പടച്ചോ നിങ്ങളെ വിടുവോ? ശുദ്ധമായ കളവ്. KJUവിന്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുടെ കളവുകളാണ് നമ്മൾ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പരപ്പനങ്ങാടിയിൽ നിന്ന് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്.
അതൊന്ന് ഓർമ്മയാകാൻ വേണ്ടി മാലിക് സലഫി അതിന്റെ പേജുകൾ ഉദ്ധരിച്ച് സംസാരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത് എഴുതിയത് ജിന്നിനോടുള്ള സഹായ ചോദ്യം അനുവദനീയമാക്കാനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എന്നാ കേട്ടോ ഇതിന്റെ 15-ാമത്തെ പേജിൽ ഇതാ കേട്ടോ, വഹാദിൽ ആയത്തു തദുല്ലു അലാ അന്നൽ ഇസ്തിഗാസത്തു ബിൽ ജിന്നി ഹറാം. ഇനി കേട്ടോ 16-ാമത്തെ പേജിൽ കാണാം ഫൽ ആയത്തു ഫദല്ലത്തിൽ ആയത്തു ലാ ദമ്മി ഉലൈക ഫഇന്നഹും ദുമു ലഅന്നു സർഫു തിൽക്കൽ ഇബാദത്ത് ലിഗൈരില്ലാ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശിർക്കാണ്. ഇനി തീർന്നു 22-ാമത്തെ പേജിൽ ഇസ്തിആനത്തു ബിൽ ജിന്നി സവാഉന കാനു മുസ്ലിമീന അമ ഗൈറുൽ മുസ്ലിമീന വസിറത്തു മിൻ വസായിലി ശിർക്കി. ഇനി കേട്ടോ ഫൽ ഹാസിലു അന്നൽ മഖാമ ഫീഹി തഫ്സീൽ ഫഇദാ കാന ഇസ്തിഖ്ദാമു ബി തലബിൽ ഖിദ്മതി മിൻ ജിന്നിൽ മുസ്ലിം ഫഹാദാ വസിറത്തു ലിശിർക്കി വലാ യജൂസു അൻ യുആർജ ഇൻദ അഹദിൻ യുറഫു മിൻ എന്ന് പറഞ്ഞ് അനുവദനീയമല്ല. ഇനി ഇതിന്റെ 26-ാമത്തെ പേജിൽ വഫിൽ ബാബി മാ യജിബു വസദ്ദുഹു കദാലിക യജിബു ഇൻകാറു വസായിലി ശിർക്ക് വൽ ഗാവിയ എന്ന് പറഞ്ഞ് പിന്നെ അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 37-ാമത്തെ പേജിൽ ഇതിന്റെ അവസാനത്തെ പേജിന്റെ തൊട്ടുമുമ്പുള്ള പറയാം, ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. ഇത് പരലോകത്ത് വരൂലേ ഗായക്കൊടി? ഈ വാചകം പരലോകത്തേക്ക് ഉണ്ടാവൂലേ? അതായത് ഡിലീറ്റ് ആയി പോകോ? ജിന്നോടുള്ള സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. എന്നിട്ട് എന്താണ് ഇവർ മൂന്നാൾ എടുത്തു കൊടുത്ത പ്രബന്ധം? ഇതാ ഖാല ബഅദു അഹ്ലിൽ ഇൽമി ഇന്നഹു ലാ യുസ്തആനു ബിൽ ജിന്നി ലാ മുസ്ലിമീൻ വലാ കാഫിരിഹിം. ഒരു മുസ്ലിം ജിന്നോടും ഒരു കാഫിർ ജിന്നോടും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാമുൻ സവാഉൻ കാനത്ത് ഇസ്തിആനത്തു ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ അം ബിൽ ജിന്നിൽ മുസ്ലിമി ദാലിക ലിഇദ്ദത്തി അദില്ലത്തിൻ. ഒരുപാട് തെളിവുകൾ കൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് ഈ പ്രബന്ധം അള്ളാഹുവിന്റെ കോടതിയിൽ വരും, സംശയമില്ല. നിങ്ങൾ മറുപടി റെഡിയാക്കി വെച്ചോളി. ഇതിന്റെ 43-ാമത്തെ പേജിൽ 43-ാമത്തെ ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ഇതിൽ ഇത്രയും തവണ ആവർത്തിച്ച് ജിന്നിനോട് സഹായം തേടാനും ചോദിക്കാനും പ്രാർത്ഥിക്കാനും പാടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞൊരു ഡോക്യുമെന്റ് എടുത്ത് കൈ പിടിച്ചിട്ട് വൈകാരികമായി ഇതുകൊണ്ട് ഞങ്ങൾ പരലോകത്ത് വരുന്നു പറയുന്ന KJU സെക്രട്ടറി ഉദ്ധരിക്കുന്ന ബാക്കി തെളിവുകളുടെ കോലെന്തായിരിക്കും?